ഇരവ് സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ കയറി വേഗം ഒരു സേമിയ ഉപ്പുമാവ് വെക്കാനായിരുന്നു. ചെറിയ പീസ് സബോളയും പച്ചമുളകും എടുത്ത് അരിഞ്ഞിട്ട് ചൂടാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു. പിന്നെ ഞാൻ വേഗം കുറച്ച് ഉണക്കമുന്തിരി ബാക്കി ഉണ്ടായിരുന്നു എടുത്തുട്ടോ. മുന്തിരി മുഴുവൻ എണ്ണ ഊറ്റി കുടിച്ചു തോന്നുന്നു. വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സബോളയും പച്ചമുളകും ഒക്കെ കൂടിയിട്ട് ഒന്ന് മൂപ്പിക്കാൻ വെച്ചേ. പിന്നെ അതിൽ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു. വെള്ളം ആദ്യമേ ഒഴിച്ചുട്ടോ ആവശ്യത്തിനുള്ളത്. ഒട്ടും ഭംഗി കുറയ്ക്കണ്ട വെച്ച് കുറച്ച് വേപ്പിലയും കൂടി അതിലിട്ടു കേട്ടോ. പിന്നെ അത് തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ സേമിയ ആവശ്യത്തിന് ഇപ്പുറത്തെ സൈഡിൽ നടക്കുന്നത് നമ്മുടെ പതിവ് സംഭവം ചായയും കാപ്പി കേട്ടോ. കട്ടാണെങ്കിൽ ക്ഷമയൊക്കെ നശിക്കാൻ തുടങ്ങി. 3:45 കേട്ടോ. 5 മിനിറ്റ് കൂടിയേ വെയിറ്റ് ചെയ്യാനുള്ള സമയമുള്ളൂ വിചാരിച്ചിട്ട് വേഗം എല്ലാം കൂടെ റെഡിയാക്കാണ്. സേമിയ ചെറുതായിട്ടൊന്ന് വേവ് കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ ഇതിൽ ഉണക്കമുന്തിരി കൂടി ഇട്ടു കേട്ടോ. ഇപ്പുറത്തെ സൈഡിൽ ചായയും കൂടി ഇട്ടു. ഒരു ഗ്ലാസ്സിൽ കാപ്പിയും കൂടെ എനിക്കുള്ളത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവനെ മേല് കഴുകിക്കാൻ വേണ്ടി കെറ്റിലിൽ വെള്ളം കൂടെ വെച്ചിട്ട് വരുമ്പോഴേക്കും നമ്മുടെ സേമിയ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കൂടെ മൂടി വെച്ചിട്ട് വാതിലും പൂട്ടി ഇറങ്ങുമ്പോഴാട്ടോ എന്നെ ചിഞ്ചോടെ കാത്തുക്കിടും. പതിവ് പോലെ ഇപ്പൊ എന്ന് നമ്മള് മീറ്റ് ചെയ്യാറുണ്ട് കേട്ടോ ഗേറ്റിന്റെ അവിടെ വെച്ച്. എന്താ ലേറ്റ് ആയി ചോദിച്ചിട്ട് അവിടെ കാത്തുക്കാണേ. നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഹലോ ഗൈസ്. അങ്ങനെ കുറെ നേരം നമ്മള് നാട്ടുവിശേഷം വീട്ടുവിശേഷം പറഞ്ഞു നോക്കുമ്പോഴേക്കും നീരവ് വന്നിട്ടോ. ഹായ് ഹലോ. ആ ബസ് ഇറങ്ങിയ കൂട്ടത്തിൽ എന്തൊക്കെയോ പടക്കി കയ്യിൽ പിടിച്ചിട്ടുണ്ട്. പതിവ് പോലെ ഇന്ന് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും അവന്റെ കയ്യിൽ ഇതാ സർപ്രൈസ് ഉണ്ട് കേട്ടോ. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യം ഈ സർപ്രൈസുകളാണ് എടുത്ത് കാണിച്ചാൽ കുറെ കടലാസ് കഷ്ണം അതിന്റെ ഇടയിൽ ഒരു സ്റ്റാർ വെട്ടിയിട്ടേക്കണു. അതും കൂടെ ഉണ്ട് കേട്ടോ. മാത്രല്ല കേട്ടോ അതേ ബോക്സിൽ എന്തൊക്കെയോ സ്റ്റിക്കർ ബട്ടർഫ്ലൈയുടെ. അപ്പൊ അത് 2 ഉണ്ടാവും ഫ്രണ്ട്സിന്റെ. അവിടെ നിന്നൊക്കെ ഒപ്പിച്ച് കൊണ്ടുവരണതാ. കാലത്തേക്ക് ഒരു വെള്ള പേപ്പറിൽ 2 വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. കുളിക്ക് കൊടുത്തു വിടുന്ന വെള്ളമൊന്നും കുടിക്കാത്തോണ്ട് ഇവിടെ തന്നെ ഇരുത്തി കുടിപ്പിച്ചോട്ടെ ഞാന്. വെള്ളം കൂടി കഴിഞ്ഞ് നേരെ പോയിട്ട് ആ കാറിൽ അവന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചു. അപ്പൊ കുട്ടിക്ക് കുറച്ച് മനസ്സമാധാനം കിട്ടി. അങ്ങനെ നേരെ പോയി മേല് കഴുകിട്ടോ. അഞ്ജനേച്ചി പാൽപ്പായസം തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവന് കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടാളും മക്കമ്മക്ക് അത് വയറ് നിറച്ച് കുടിച്ചു. 2 ദിവസമായിട്ട് ഒറ്റയ്ക്കാട്ടോ നീരവ് മേല് കഴുകണം. ആ മേല് കഴുകാൻ വിട്ട സമയം കൊണ്ട് ഞാനൊരു മൂക്കുത്തി ഉണ്ടായിരുന്ന ചെവിയിൽ കുത്തിക്കേറ്റി ഇത് എങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ചെവിയിൽ ഇങ്ങനെ മറ്റേ ചെവിയിൽ വേറെ ഒരു വട്ട് കേസായില്ലേ. നമുക്ക് കുറച്ചു നേരം ഉപ്പുമാവ് വിശേഷത്തിലേക്ക് കടക്കാം. ദാ ഉപ്പുമാവില് പഞ്ചസാരയൊക്കെ വിതറിയിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ കാപ്പി എടുത്തിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പം അത് പോരാ അവൻ്റെ ചായൻ്റെ ടേസ്റ്റ് പറഞ്ഞിട്ട് അതന്നെ എടുത്ത് കൂടി. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു സമയമായി. അങ്ങനെ നമ്മൾ നെച്ചുവിനോടൊക്കെ ഓടി. നെച്ചുവിനോട് പൂച്ചക്കുട്ടികൾ ഓടിക്കളിക്കാൻ അതിനൊക്കെ എടുത്ത് ഒരു മാന്തം മേടിച്ചു കേട്ടോ. വേണ്ട